അപ്പം നമ്മളിന്ന് നമ്മുടെ സമ്മർ ഹൈക്കിംഗ് ലിസ്റ്റിലെ അടുത്ത സ്ഥലത്താണ് ടനൽ മൗണ്ടെയിനിൽ. ചെറിയ ഹൈക്കാണ്, 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ കാണുന്നതാണ് ബാൻഫ് ടൗൺ. നമ്മൾ ഗോപ്രോ മെൻഷൻ. ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ ഈ ഗോപ്രോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിലെടുത്ത വീഡിയോ ഒന്നും പുറത്തേക്ക് എത്താറില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ഗോപ്രോ ആണത്. ഗോപ്രോയുടെ പ്രശ്നമായിരിക്കും അല്ലേ? ഗോപ്രോയുടെ പ്രശ്നമായിരിക്കും അല്ലേ? അതാ ആ ഒരു ഫ്ലോയിലാണ് പോകുന്നത്. മുകളിലെത്തിയിട്ട് ബിരിയാണി കിട്ടാന്നുള്ള. ആ, അവിടെ നല്ലൊരു ഏരിയ ഉണ്ട്, ഓറഞ്ച് സ്റ്റോപ്പിന് പറ്റിയൊരു ഏരിയ. ആ തണലത്ത് രണ്ടാമത്തെ ബ്രിഡ്ജ് അല്ല, അവിടെ മൂന്നാമത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതിന്റെ അടുത്തൊരു പാർക്ക് ആണുണ്ടോ? 1 2 3 yes. ഓറഞ്ച് കളർ ബ്രിഡ്ജിന്റെ സൈഡിൽ ചെറിയ പാർക്ക്. അവിടെ അടിപൊളി പാർട്ടി നടക്കും. നൈസേ, നല്ല വ്യൂ കേട്ടോ. You get orange, catch. An orange, catch. You get an orange, catch. അയ്യോ, I get an orange, catch. ക്യാമറ ആരും കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ഓറഞ്ച് കഴിക്കാം, ഓറഞ്ച് ബ്രേക്ക്. ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ചെറിയ ഹൈക്കൊക്കെ കഴിഞ്ഞ് നാരങ്ങയൊക്കെ തിന്ന്, ഓറഞ്ച് ബിരിയാണിയൊക്കെ തിന്ന്, സമാധാനം. ഇയാളിത് എല്ലാവർക്കും ഉണ്ടല്ലേ കൊളസ്ട്രോൾ? കൊളസ്ട്രോളോ? ഇല്ല ഇല്ല, ഞാൻ അവിടെ എത്തിയിട്ടില്ല. ലിവ് ഇൻ ദ മൊമെന്റ് കിട്ടില്ലേ ഇയാളിത്? ലിവ് ഇൻ ദ മൊമെന്റ്. ആ ക്ലൗഡ്സ് കണ്ടോ? അതെ, നിങ്ങൾ തൊന്തയായോ? ഏ മാൻ, നല്ല രസമുണ്ടേ. ചെറിയൊരു കാറ്റ്, വലിയ ചൂടില്ല. ആ, ഇപ്പൊ ഒരു നല്ല രസമുണ്ട്. നല്ല വ്യൂ ആണോ? ആഹാ, എന്റെ മോനെ, വാവ്. എല്ലാരും മേലെ വന്ന് കുക്കുംബറും സാലഡും തക്കാളിയും കഴിക്കുന്നു. നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകുന്നു. വാവ്, മണപ്പിക്കുക എല്ലാവരും. എല്ലാവരും ചോദിക്കും കുറച്ച് തരുമോ, എനിക്ക് കുറച്ച് തരുമോ? ഞാൻ മരത്തിനൊന്ന് സ്നേഹിച്ചു. അതെ, 5.5 കിലോമീറ്റർ ഹൈക്ക് ചെയ്യാൻ പോയതാ. 2 കിലോമീറ്ററിൻ്റെ തന്നെ പറ്റുന്നില്ല. ബട്ട് മൈൻഡ് സെറ്റാണത്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ബിഗ് ബി ഹൈ ആയിരുന്നു. അതൊരു 5.5 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുണ്ട്. പക്ഷെ അവിടെ പോയപ്പം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടും പിന്നെ സ്റ്റാമ്പീഡ് സീസൺ ആയതുകൊണ്ടും നല്ല റഷാണ്. അവിടെ ആൾക്കാരെ കയറ്റുന്നതന്നെയല്ല. റെസ്ട്രിക്ഷൻസ്, മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടെത്തിയ സ്ഥലമാണിത്. 2 കിലോമീറ്റർ ഉള്ളായിരുന്നു, പക്ഷേ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം പിന്നെ മൈൻഡ് സെറ്റും 2 കിലോമീറ്റർ ഉള്ളൂ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ കയറിയിട്ടാണെന്ന് അറിയില്ല, ചെറുതായിട്ടൊക്കെ ടയർഡായിട്ടുണ്ട്. ഓ, കാറ്റേ, നല്ല സുഖമുള്ള കാറ്റ്. ഓ മാൻ, ഈ കാണുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ, ആന്നസ്. അപ്പോൾ ഈ ആന്നസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഏകദേശം 40 വർഷത്തോളം ഓൾമോസ്റ്റ് 8,000 ടൈംസ് ഈ ഒരു മൗണ്ടെയിൻസ് കയറിയിട്ടുണ്ട്. ക്രേസിയേ. പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ CP കാനഡയുടെ റെയിൽവേ, ബാൻഫ് നിന്ന് കാൽഗറിക്ക് പോകുന്ന റെയിൽവേ ഈ ഒരു മല തുറന്നിട്ട് അവർ ടണൽ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം അത് നടപടിയല്ലെന്ന് തോന്നി. അങ്ങനെ അത് അവർ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ഈ ഒരു മൗണ്ടെയിന് ടണൽ മൗണ്ടെയിൻ എന്നുള്ള പേര് വന്നത്. എന്തായാലും കൊള്ളാം. എന്താ ഇവിടെ? ആ, CP ട്രെയിനാ? നീ ഇവിടെ കൂട്ടാ? ആ, കൊള്ളാലോ. നമ്മുടെ ട്രിപ്പിലെ ദ മോസ്റ്റ് വെയിറ്റഡ്, എല്ലാവരും കാത്തിരുന്ന മൊമെന്റ്, ബിരിയാണി. മൗണ്ടെയിൻ ടോപ്പിൽ നിന്ന് ബിരിയാണി കഴിക്കാം, പൊളിക്കും. ഹായ് പശുപതി, പശുപതി ഹായ്. ആഹാ,
ഇതൊക്കെ പിന്നെ സ്പെഷ്യൽ ഫുഡ് ഐറ്റം ആണല്ലോ അല്ലേ? This is quinoa Diet. salad, ബ്രെഡ് പറഞ്ഞു grilled chicken and bread. ഹൗസ് ബിരിയാണി മൈക്കി പൊളിയാണോ? ഹൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടയേർഡായിട്ട് ഒരു ബിരിയാണി കിട്ടുമ്പോൾ അല്ലേ? ഹൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിരിയാണി ഇല്ലത്തെ പതിവാണ്. അതെ അതെ, ഇതാണ് നമ്മൾ സ്വപ്നം കണ്ട കിനാശ്ശേരി. ബിരിയാണി ചെയ്ത് മലമുകളിൽ പോയി ബിരിയാണി കഴിച്ചു. ഹൈക്കൊക്കെ ചെയ്ത് മുകളിലെത്തി ഒരു ബിരിയാണിയൊക്കെ കഴിച്ചതാ ഇങ്ങനൊരു കിടത്തും. വാവ് വാവ്. സാമ്പാർ അവിടെ കേട്ടോ. ചെറിയൊരു നാപ്പും എടുത്ത് ഇറങ്ങുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. നമ്മൾ ചെറുതായിട്ടൊരു ഹൈക്കൊക്കെ ചെയ്ത് മുകളിൽ പോയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് ചെറുതായിട്ടൊരു നാപ്പും എടുത്ത് ഇറങ്ങുകയാണ്. ഈ വലിയ ഹൈക്കിനൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, ചെറിയ ഹൈക്കൊക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹൈക്കും ചെയ്ത് താഴെ പോയിട്ട് ബാൻഫ് ഡൗൺ ടൗണൊക്കെ ഒന്ന് കറങ്ങിയിട്ട് രസമായിട്ടൊന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. സോ അപ്പം ഇതാണ് നമ്മുടെ ടണൽ മൗണ്ടൈനിലെ വിശേഷങ്ങൾ. ഇതാണ് ബോ ഫാൾസ്. നമ്മളെ ബാൻഫ് ആ ഒരു ഏരിയയിൽ തന്നെ ഉള്ളതാണ്, ഡൗൺ ടൗൺ ഏരിയയുള്ള സ്ഥലമാണ് ബോ ഫാൾസ്. നമ്മൾ ആ ട്രക്കിങ് കഴിഞ്ഞ് ആ ഹൈക്കിങ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ നമുക്ക് റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, അതിനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. ഹായ്, അവിടെ കിട്ടി. ഒരിക്കലും കിട്ടാത്ത ഗോപ്രോയിലെ വീഡിയോയുമായിട്ട് വീണ്ടും സാം. റിവർ റാഫ്റ്റിംഗ് ഉണ്ട് ഇവിടെ, പക്ഷേ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. പെർ ഹെഡ് ഒരു $100 വെച്ചിട്ടാണ് 1 അവറിന് ഇവർ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ബാൻഫ് ഏരിയ തന്നെ അടുത്ത ലൊക്കേഷനാണ് നോർക്കെ ലുക്കൗട്ട് പോയിന്റ്. ബാൻഫ് ടൗണിൽ നിന്ന് നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങോട്ടുള്ളൂ. 15 മിനിറ്റ് അല്ലേ ബാൻഫിന്ന്? ആഹാ, നല്ല രസമുണ്ടല്ലോ. ഓ, മൈക്കി അല്ലേ? മൈക്കിൾ ഷേക്ക്. ഓ, രസമുണ്ടേ. നമ്മുടെ നാട്ടിൽ ഈ കൊടൈക്കനാലൊക്കെ പോയിട്ട് നമ്മൾ മലൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന ഒരു ഫീല്. അപ്പോൾ നമ്മൾ ഇന്നത്തെ അവസാനത്തെ സ്പോട്ടാണ് നോർക്കെ ലുക്കൗട്ട് പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ ഹൈക്കിംഗ് ഒക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. നല്ലൊരു സ്ഥലമാണ് കാണാനായിട്ട്, പിന്നെ പിക്നിക്കിനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇങ്ങനത്തെ കുറച്ച് വീഡിയോസായിട്ട് ഇനിയും കാണാം. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് യായ. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ കൊടൈക്കനാലൊക്കെ കൊടൈക്കനാലൊക്കെ പോയാൽ കിട്ടുന്ന ഒരു ആംബിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ഇത് നൈസൊരു വെതറുമാണ്.